ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് തന്നെയുള്ള ഒരുപാട് സംശയങ്ങൾക്ക് ദൂരീകരണം ഉറപ്പുവരുത്തുവാനും ഒക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ഏറെ പ്രിയങ്കരനായ ഡെന്നിസ് ജോയ് സർ, ഞാൻ വർക്കല എന്ന സ്ഥലത്ത് 12 സെൻറ്റിൽ ഒരു വീട് പണിയുവാൻ പ്ലാൻ വരച്ചു. ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ എന്ന് ദയവായി പറഞ്ഞു തരണം. ഈ സ്ഥലത്ത് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. ഈ പ്ലാനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ദയവായി പറഞ്ഞു തരണമെന്ന് വീണ്ടും അപേക്ഷിക്കുന്നു എന്ന് നാരായണൻ. ഇത് നിൽക്കുന്ന ശരിക്കും ഒരു ത്രികോണ ഷേപ്പുള്ളൊരു പ്ലോട്ട് ആയതുകൊണ്ട് ഇതിനകത്ത് താമസിക്കുന്ന നമുക്ക് സാമ്പത്തികമായിട്ടൊരു പ്രോഗ്രസ് ഉണ്ടാകാനായിട്ട് സാധ്യത കുറവാണ്. കാരണം വെച്ചാൽ ത്രികോണ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫെങ്ഷുയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വാസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫയറിൻ്റെ സിമ്പലാണ്. കാരണം ഹീറ്റ് ഭയങ്കര കൂളായിരിക്കും. അപ്പോൾ ഒരിക്കലും നമുക്ക് ധനം നിൽക്കില്ല. അത് തന്നെയല്ല, ഈ പറഞ്ഞ പോലെ ജാതകത്തിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുള്ള ദമ്പതികളിൻ്റെ താമസിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഡൈവേഴ്സ് പോലത്തെ വിഷയങ്ങളോ അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പം ഇത് ഇവരെ ഏതെങ്കിലും ഒരു വാസ്തുക്കാരെ വിളിച്ച് കാണിച്ച ശേഷം ഇത് വാസ്തുവിൻ്റെ കണക്കനുസരിച്ച് ഇതൊരു ചതുരമോ സമേതരമാക്കി ഇതിനകത്ത് തിരിക്കണം. എന്നിട്ട് വീട് ഇതിനകത്ത് നിൽക്കത്തക്കോണം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറി കിട്ടും. ഇത് കെട്ടിത്തിരിക്കാൻ ഞാൻ പറയുന്നത് ഒരിക്കലും മേപ്പോട്ട് നമുക്ക് കെട്ടൊന്നും വേണ്ട, ഭൂമിക്ക് അടിയിലുള്ള ബേസിക് ഫൗണ്ടേഷൻ മാത്രം കൊടുത്ത് കിട്ടിയാൽ ഈ വിഷയങ്ങൾ മാറി കിട്ടും. മെയിൻ ഗേറ്റിൻ്റെ സ്ഥാനം എപ്പോഴും ഉച്ച സ്ഥാനത്തായിട്ട് കൊടുക്കാനായിട്ട് ഇവർ ശ്രദ്ധിക്കണം. ഇവരുടെ ഗേറ്റ് ഒന്നുകിൽ നോർത്ത് ഈസ്റ്റിലോ അല്ലെങ്കിൽ ഈസ്റ്റിലോ കൊടുക്കാനായിട്ട് ഇവർ ശ്രദ്ധിക്കുക. ഇപ്പം ശരിക്കും റോങ് സൈഡിലാണ് നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പം നിൽക്കുന്ന സ്ഥാനം അനുസരിച്ചുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമുക്കൊരു എല്ലാത്തിനും തൊടുന്നതും പിടിക്കുന്നതൊക്കെ നമുക്ക് തടസ്സങ്ങളായിരിക്കും. ഒരു കാര്യങ്ങൾ നമുക്ക് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അത് ഗേറ്റിൻ്റെ സ്ഥാനം മാറുമ്പോൾ ആ വിഷയങ്ങൾ മാറിക്കിട്ടും. അതുപോലെ കിണർ, സെപ്റ്റി ടാങ്ക്, ഇത് രണ്ടും ശരിക്കും റോങ് സൈഡിലാണ് നിൽക്കുന്നത്. ഇത് രണ്ടും കോമ്പൗണ്ടിന് പുറത്താക്കി മാറ്റുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ നമുക്കൊരു മതിൽ കെട്ടിയോ സെപ്പറേറ്റ് ഭൂമിക്കടിയിൽ ബേസിക് ഫൗണ്ടേഷൻ ഒന്നും കെട്ടി തിരിക്കാനുള്ള സ്പേസ് ഓൾറെഡി ഇതിനകത്തില്ല. പിന്നെ ഇവരിപ്പോൾ ഈ ത്രികോണ ഷേപ്പായിട്ടുള്ള പ്ലോട്ട് ഇവർ സ്ക്വയർ ചെയ്ത് എടുക്കുമ്പം ഇതുകൂടി കോമ്പൗണ്ടിനെ പുറത്താക്കി എടുക്കുകയാണെങ്കിൽ വളരെ സേഫാണ്. അതുമായിട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അപ്പം ഇവരുടെ ഈ പ്ലോട്ടിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു വെള്ളക്കെട്ടോ അല്ലെങ്കിൽ ഒരു ആമ്പൽക്കുളമോ ഒക്കെ ഇവർക്ക് നിർമ്മിച്ചിടുകയാണെങ്കിൽ കിണറില്ലാത്തതിൻ്റെ ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ ചുറ്റളവെടുക്കുമ്പം ഒരു 120 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ചുറ്റായിട്ട് മാറും. അതുപോലെ മെയിൻ ഡോറ് കിഴക്ക് വടക്ക് ഭാഗത്ത് ആക്കുന്നതാണ് എപ്പോഴും നമുക്ക് ഉത്തമമായിട്ട് കാണുന്നത്. കാരണം ഈസ്റ്റോട് ദർശനമായിട്ടുള്ള വീടാണ്. അപ്പം ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തേക്ക് ഡോറ് മാറ്റി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഉയർച്ചയും പ്രോഗ്രസ്സും ഐശ്വര്യമൊക്കെ ഉണ്ടാവും. അതുപോലെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് വഴിമുട്ടുള്ളത് നമുക്ക് ദോഷമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഐശ്വര്യമാണ് കാണുന്നത്. അതുപോലെ മുകൾ നിലയിൽ ഇവർ പ്ലാൻ ചെയ്യുമ്പം ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം, പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് ഇവർ പ്ലാൻ ചെയ്യുക. സൗത്ത് വെസ്റ്റ് ഭാഗത്തായി, അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു മുകൾ നിലയിൽ ഒരു ബെഡ്റൂം കൂടെ വന്നു കഴിയുമ്പം ഇതിൻ്റെ വാസ്തുവിൻ്റെ ബലമൊക്കെ കൂടുതൽ പവർഫുൾ ആവുകയും ചെയ്യും. കാരണം അത്രയും വെയിറ്റ് അവിടെ വരുമ്പം. കാരണം വെച്ചാൽ നമ്മൾ കിഴക്കുടക്ക് ഭാഗത്തായിട്ടൊരു കിണർ കുഴിക്കാൻ നമ്മൾ എപ്പോഴും പറയുന്നത് കിഴക്കുടക്ക് ഭാഗത്ത് നമ്മൾ മണ്ണെടുക്കുമ്പം അത്രയും ഭൂമിയുടെ വെയിറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വീടിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു നിലയൂടെ ചെയ്യുമ്പം അത്രയും ഭാഗത്തവിടെ വെയിറ്റ് കൂടും. അപ്പോൾ വാസ്തു എപ്പോഴും ഒരു ഈക്വൽ ബാലൻസിങ്ങിൽ അങ്ങ് പോവുകയും ചെയ്യും. കാരണം കിഴക്കുടക്ക് ഭാഗത്ത് വെയിറ്റ് കുറവായിരിക്കാം, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെയിറ്റ് കൂടുതലായിരിക്കും. എപ്പോഴും നമുക്ക് അങ്ങനെയാണ് നമുക്ക് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് എനിക്ക് ഈ പ്ലാൻ്റെ അകത്ത് കറക്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു തരാനുള്ളൂ. ഈ ത്രികോണ ഷേപ്പിൻ്റെ ഒക്കെ വിഷയങ്ങൾ ഇപ്പോൾ ഉടൻ തന്നെ ഇവർ പരിഹരിച്ച ശേഷം ഇതിനകത്ത് കുറ്റിയടിച്ച് വീട് പണി സ്റ്റാർട്ട് ചെയ്യും. ഒരു റൂമിൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഫർണിച്ചറൊക്കെ ആണെങ്കിലും മാറ്റിയും തിരിച്ചൊക്കെ ഇടാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന എലമെൻറ്റ് ഒരു ദിശയിലായിരിക്കണം കൂടുതൽ വെയിറ്റ്. ഒരു റൂമിനകത്ത് ഇങ്ങനെ സാധനങ്ങൾ ചിട്ടപ്പെടുത്തുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ ബെഡ്റൂം നമ്മൾ വാസ്തുപ്രകാരം നമ്മൾ എനർജൈസ് ചെയ്യുന്നു വെച്ചു. അപ്പം ആ ഒരു മുറി നമ്മൾ എടുക്കുമ്പം അതിൻ്റെ കിഴക്ക് ഭാഗവും തെക്ക് കിഴക്ക് ഭാഗവും തെക്ക് ഭാഗവും വടക്ക് ഭാഗവും വടക്ക് പടിഞ്ഞാറ് ഭാഗവും തെക്ക് പടിഞ്ഞാറ് ഭാഗവും കിഴക്ക് വടക്ക് ഭാഗവും ഈസ്റ്റ് ഭാഗവും നമ്മൾ എടുത്തു. അത് ആ മുറി നമ്മൾ ചാർട്ട് വരച്ച ശേഷം അതിൽ ഈ ഒരു കുട്ടിയുടെ ജാതക പ്രകാരം ഏതൊക്കെ ദിക്കാണ് ആ കുട്ടിക്ക് ദോഷം എന്നുള്ളത് നോക്കാം. കാരണം വെച്ചാൽ തെക്ക് ഭാഗമാണ് അവന് മോശമായിട്ട് വന്നതെങ്കിൽ ചിലപ്പോൾ അത് വിദ്യാഭ്യാസത്തിൻ്റെ പോർഷൻ ആയിരിക്കാം. അപ്പം അതിനെ കൂട്ടാനുള്ള പഞ്ചഭൂതങ്ങൾ നമ്മളവിടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഇതിനകത്ത് അവൻ്റെ ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. പക്ഷേ നമ്മൾ കട്ടിൽ അതിൽ അറേഞ്ച് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ അവൻ്റെ ഭാഗ്യദിക്ക് നോക്കിയിട്ടായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ആ ഒരു ഭാഗ്യദിക്കിലേക്ക് ഇവൻ തലവെച്ച് കിടക്കുമ്പം അവന് കൂടുതൽ അനുകൂല
ഊർജ്ജങ്ങൾ അവന് കടന്നു വരുന്നതിനും കുറച്ചുകൂടെ പോസിറ്റീവ്നെസ് ഉണ്ടാകുന്നതിനും അത് കാരണമായി തരും. അത് പിന്നീട് ഈ പറഞ്ഞ പോലെ കട്ടിൽ മാറ്റിയെന്നോ കട്ടിൽ ചേഞ്ച് ചെയ്തു എന്നോ പറഞ്ഞിട്ടൊന്നും ഈ പഞ്ചഭൂതങ്ങളെല്ലാം ഒരേ ദിക്കിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനൊന്നും യാതൊരു മാറ്റവും വരില്ല. പക്ഷേ ഇവൻ അവൻ്റെ ഭാഗ്യ ദിക്കിലേക്ക് തലവെച്ച് കിടക്കുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി നല്ല ഒരു പോസിറ്റീവ് എനർജി അവനുണ്ടാകുന്നതിന് കാരണമായി തരും. അതുപോലെ നമ്മളൊരു വീട്, നമ്മൾ ഒരു ദിക്കിലൊരു സാധനം നമ്മൾ അപ്ലൈ ചെയ്താൽ അവിടെ പക്ഷേ ഇത് എല്ലാ ദിവസവും എടുത്ത് മാറ്റുകയോ അല്ലെങ്കിൽ അവിടെ വേറൊരു സാധനങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ ഇപ്പം മെറ്റൽ ക്വാണ്ടിറ്റി ഉള്ള സ്ഥാനത്ത് നമ്മൾ മെറ്റൽ കൊണ്ടുള്ള സാധനങ്ങൾ നമ്മൾ വെച്ചു, അവിടെ ചിലപ്പം ഒരു ചുമന്ന തുണി കൊണ്ടിടുമ്പോൾ ഇത് രണ്ട് മൂലമാണ്. തുണി എന്ന് വെച്ചാൽ അത് ഫയറിൻ്റെ സിമ്പിളായിട്ട് മാറും, റെഡ് ആവും. അപ്പം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോർഷൻ എപ്പോഴും നമ്മൾ നീറ്റായിട്ട് കൊണ്ട് നടക്കുക. ഇത് എപ്പോഴും നമ്മളൊരു വീട് എനർജൈസ് ചെയ്യുമ്പം അത് അവരുടെ ജാതകം കൂടെ ബേസ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ അത് നടപ്പിൽ വരുത്തിക്കൊണ്ട് തീർച്ചയായും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതുമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്കും എഴുതുക. എഴുതി അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ, ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.